ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ സീറോ മലബാർ സഭയുടെ ആരാധനാ ഗീതങ്ങൾ ഒരു വെസ്റ്റേൺ സുറിയാനി സ്റ്റൈലിലേക്ക് മാറ്റി പാടുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടാൽ നല്ല ഭംഗിയായിട്ട് അവരത് മാറ്റിയിട്ടുണ്ട്. ആ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് അവർ മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ എനിക്കൊരാളൊരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നു. അത് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ചർച്ച് ഓഫ് ഗോഡിന്റെ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ച് ഓഫ് ഗോഡിന്റെ മീറ്റിംഗ് തിരുവല്ലയിൽ നടന്ന ജനറൽ കൺവെൻഷൻ, അതിൽ ഒരു വളരെ ആവേശം കൂടി ആ പ്രസംഗിച്ച ആളുടെ പേര് എനിക്കറിയത്തില്ല, ഒരു വോയിസ് ക്ലിപ്പാണ് കിട്ടിയത്. ഈ പ്രസംഗിച്ച ആളുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇവിടെ എഴുതിയ ഉപകാരമായിരിക്കും. ഭയങ്കര കാര്യങ്ങളൊന്നും അറിയാൻ മേലാത്ത ഒരാളാന്ന് തോന്നുന്നു. ഈ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 24 അധ്യായത്തിൽ ഈ രണ്ടുപേരിങ്ങനെ നടന്നു പോവുക യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് 11 കിലോമീറ്റർ ദൂരം. അപ്പൊ അവരോട് കൂടെ ചേർന്ന് മൂന്നാമതൊരാൾ നടക്കുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, യേശുവിനെ പിടിച്ചതും ക്രൂശിച്ചതും. ഈ മൂന്നാമത് കൂടെ നടക്കുന്ന ആൾ ചോദിക്കുക, നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പൊ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഇവിടെ നടന്ന കാര്യമൊന്നും അറിഞ്ഞില്ലേ? കാരണം പെരുന്നാൾ സീസണാണ്. ഇപ്പോൾ യെരുശലേമിൽ 18 രാജ്യങ്ങളിൽ നാൾ വന്ന് ചാടിയിട്ടുണ്ട്. ഒരുപാട് പരദേശികളുണ്ട്. ഇവരോർത്ത് ഇവൻ എന്തോ പരദേശി, ഇവന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ ക്ലെയോപ്പാവും കൂടെയുള്ള ആളും, ചില ആളുകൾ പറയുന്നത് ക്ലെയോപ്പാവിന്റെ ഭാര്യയായിരുന്നെന്ന്, മറിയ. ഐ എം നോട്ട് ഷുവർ. അപ്പോൾ ഈ ക്ലെയോപ്പാവും കൂടെയുള്ള ആളും ഈ വരത്തനോട് ചോദിക്കുകയാണ്, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? യെരുശലേമിലെ പരദേശികളിൽ വന്നു പാർക്കുന്ന പരദേശികൾ നീ മാത്രമേ ഇതിനി അറിയാനുള്ളൂ, ബാക്കി എല്ലാവരും അറിഞ്ഞു. വാക്കിലും പ്രവൃത്തിയിൽ ശക്തനായിരുന്ന യേശുവിനെ അവർ ക്രൂശിച്ചു. ഇത് 3 ദിവസമായി എന്നൊക്കെ യേശുവിനോട് തന്നെ ഇവർ പറയുന്നു. എന്ന് പറഞ്ഞ പോലെ ആ ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷനിൽ ആ പ്രസംഗിച്ച ആ വരത്തനോട് എനിക്കും ചോദിക്കാനുള്ളത്, നീ ഇതൊന്നും അറിഞ്ഞില്ലേ ഇവിടെ നടന്ന കാര്യമൊന്നും? പുള്ളിയുടെ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ആരാന്ന് കേട്ടോ. വോയിസ് ക്ലിപ്പേ കിട്ടിയുള്ളൂ. ഇനി ചർച്ച് ഓഫ് ഗോഡുകാരോ അല്ലെങ്കിൽ ആ മീറ്റിംഗ് കണ്ടവരാരെങ്കിലും ആളാരാന്ന് പറയണം. അപ്പൊ ആൾക്കുള്ള അറസ്റ്റ് വാറണ്ടാണ്. അപ്പൊ ആള് പറയാണ്, പെന്തക്കോസ് ദൈവശാസ്ത്രത്തിന് ഞാൻ സംവാദത്തിന് തയ്യാറാണ്. 25 വർഷം ഇവിടെ നിന്നേച്ച് അങ്ങോട്ട് പോയ എന്നോടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആ മനുഷ്യനോട് പറയാണ്, ഞാനും തയ്യാറാണ്. അപ്പൊ ആൾക്ക് ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ആരായാലും പ്രശ്നമില്ല. അപ്പൊ ഈ ചർച്ച് ഓഫ് ഗോഡിന്റെ വേദിയിൽ മനസ്സിലായല്ലോ, ഈ ചർച്ച് ഓഫ് ഗോഡിന്റെ തിരുവല്ലയിലെ വേദിയിൽ നിന്ന് വെല്ലുവിളിച്ചത് ആരാണേലും ആ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുക. സമയം പറഞ്ഞു. പിന്നെ അടുത്തത്, 25 വർഷം ഇവിടെ നിന്ന് വാരിക്കൂട്ടിയ സ്തോത്രകാഴ്ച മുഴുവൻ തിരിച്ചു തരാം. ഇപ്പൊ 1995 തൊട്ട് 2020 വരെ അല്ലേ, 25 വർഷം അല്ലെ, 94 തൊട്ട് 2019 വരെ. നിങ്ങൾ എങ്ങനെ കണക്കൂട്ടിയെന്ന് അറിയത്തില്ല. 94 തൊട്ട് കൂട്ടിക്കോ. അപ്പൊ 94 to 2019 ഈ കാലയളവിൽ ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും സഭയിൽ നിന്ന് സ്തോത്രാഴ്ച വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലയളവിലാണ് കൃത്യം ഡേറ്റ് വേണ്ട, അതൊരു എക്സ്ക്യൂസാണ്. 25 വർഷം മുമ്പത്തെ ഡേറ്റ് ഒക്കെ ഓർക്കാൻ ബുദ്ധിമുട്ടാണ്. ഏകദേശം കാലം പറയാ, ഇത്ര രൂപ സ്തോത്രാഴ്ച തന്നിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞാലും പൈസ അയച്ചു തരുന്നതായിരിക്കും. അണാപ്പൈ കുറയാതെ സകല പെന്തക്കോസ്തുകാരുടെയും സ്തോത്രാഴ്ച അയച്ചു തരുന്നതായിരിക്കും. ഇനി ഇത് പറയത്തില്ല, കാരണം ഇത് ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞത്. അതുകൊണ്ട് നിന്റെ ആ
വർത്തമാനം ഉണ്ടല്ലോ, ചർച്ച് ഓഫ് ഗോഡുകാരാ, അത് ഇങ്ങോട്ട് ഇറക്കണം, ഇങ്ങോട്ട് കൊണ്ടുപോകാറുണ്ടെന്ന്. അതായി പറയുന്നത്. നീ തെങ്ങിനും കവുങ്ങിനും ഒരു തളായിപ്പിടരുത്. നിനക്ക് കാര്യങ്ങൾ അറിയത്തില്ല, അതുകൊണ്ടാണ്. മനസ്സിലായോ? നിനക്ക് കാര്യങ്ങൾ അറിയത്തില്ല, അതാണ് നീ അങ്ങനത്തെ വെല്ലുവിളി നടത്തുന്നത്. നീ അവിടെ ഒന്ന് ചോദിച്ചു വേണമായിരുന്നു പ്രസംഗിക്കുന്നതിന് മുമ്പ്. നീ ആ PC ചെറിയാനോടൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, ചോദിച്ചു പ്രസംഗിച്ചാൽ മതിയായിരുന്നു. കാര്യങ്ങളെ. അപ്പൊ ശരി, ഏതാവൻ്റെയും കാശ് തരാണ്ട് തരുന്നതായിരിക്കും. മനസ്സിലായോ? എല്ലാ സഭക്കാരും കുറിച്ചു എന്നിട്ട് പറഞ്ഞു തന്നേക്കാം. അവനോർത്ത് അത് വലിയ ബ്രഹ്മാസ്ത്രമാണെന്നോ, അതോടെ ഞാൻ തകർന്നു പോകുന്നു ഓർത്ത്. മാനെ, അവന്റെ പേരറിയത്തില്ലല്ലോ. അവൻ ഏതാ? നീ പെന്തക്കോസ് ദൈവശാസ്ത്രമായിട്ട് തർക്കിക്കാൻ നീ വാങ്ങിട്ടെ. നീ പെന്തക്കോസ് ദൈവശാസ്ത്രമായിട്ട് പറഞ്ഞ ഞാനിവിടെ ഉണ്ടാ. അതാ എനിക്ക് ആ വോയിസ് ക്ലിപ്പ് അയച്ചു തന്നത് ഏതോ ഒരു സഹോദരനാണ്. ആ സഹോദരൻ ദയവായിട്ട് ഒരു വീഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ ആളാരാന്നൂടെ അയച്ചതാ. പേരറിയത്തില്ല, ഒരു ശബ്ദം. അപ്പോൾ ശരി, അത് നമ്മൾ വിലക്കെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും പെന്തക്കോസ്തുകാർ രക്ഷപ്പെടത്തില്ല. പെന്തക്കോസ്തുകാർ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പം നമ്മുടെ വെള്ളാനകളുടെ നാട് സിനിമയ്ക്കകത്ത് റോഡ് റോളറിന്റെ ബ്രേക്ക് പോയിട്ട് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ടല്ലോ. അപ്പൊ ഈ മോഹൻലാല് ലാസ്റ്റ് കാലം കൂടെ നിവർത്തി വെക്കുന്നുണ്ട് അത് തടയാൻ. അതുപോലെ മാത്രമേ ഉള്ളൂ ഈ തിരുവല്ലായിലെ അവന്റെ ഒരു വെല്ലുവിളി. അവന്റെ തോത്രകാഴ്ച ഞാൻ തിരിച്ചു. നിന്റെ തോത്രകാഴ്ച തന്നേക്കാം, നീ എത്രയാന്ന് വെച്ചാൽ പറഞ്ഞത്. ഇത് ആകമാന മലയാളി പെന്തക്കോസ്തുകാർ മുഴുവനോടുള്ള ഓഫറാണ് കേട്ടോ. നിങ്ങളുടെ സഭയെ വന്ന് ഞാൻ ഇത്ര രൂപ വാങ്ങി, ഞാൻ പിന്നെയും പറയാം, ഡേറ്റ് ഒന്നും പറയണ്ട, ഏകദേശം കാലയളവ് പറഞ്ഞാൽ മതി. അതായത് ഒരു വർഷം മാത്രം പറഞ്ഞാൽ മതി. വർഷം തന്നെ പറയണമെന്നില്ല, കാരണം എനിക്ക് വന്ന സ്ഥലങ്ങളെല്ലാം അറിയാം. ഏകദേശം പറഞ്ഞു പക്ഷെ ഇന്ന പോലെ ഞങ്ങൾ ഇന്ന അവിടെ വന്നായിരുന്നല്ലോ, ഇത്ര രൂപ തന്നായിരുന്നു. അപ്പൊ അതിന്റെ ഡേറ്റ് കണക്കാക്കി ബാങ്ക് പലിശയും കൂടെ കൂട്ടിയേ തിരിച്ചു തരത്തുള്ളൂ. ഫ്രീ അത് ആ തുകയല്ല, ബാങ്ക് പലിശയും കൂട്ടി അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ അത് 6 മാസം കാലാവധി തരികയാണ്. ഇന്ന് മുതൽ 6 മാസം. 6 മാസത്തിനകം അറിയിച്ചാൽ മതി, പൈസ തരും. അല്ലാതെ അനിൽ കൊടുത്തോട്ടം പറഞ്ഞാലേ 5 ദിവസമേ ഉള്ളൂ, 5-ാം തീയതി തീർന്നു, അങ്ങനെയൊന്നുമില്ല. 6 മാസം. ഈ 6 മാസത്തിനകം നിങ്ങളെ അറിയിച്ചാൽ മതി, ഇത്ര രൂപ ഞങ്ങളുടെ സഭയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അത് തന്നെ 100% തരുന്നതായിരിക്കും. ഇനി മേലാൽ ഈ വാക്കും പറഞ്ഞുകൊണ്ട് വഴി ഇറങ്ങരുത്. മനസ്സിലായല്ലോ? എല്ലാ പെന്തക്കോസ്തുകാരന്മാരും കാര്യമാരും കേട്ടോണം. മറയത്തൊന്ന് ചീത്ത കൊടുക്കുന്നു. ഏതാടാ ചർച്ച കൂടാൻ? നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ പെന്തക്കോസ്ത് ദൈവശാസ്ത്രം പഠിപ്പിക്കും. പിന്നെ ജെയ്സ് പാണ്ടനാട് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ജെയ്സ് പാണ്ടനാട് ഞാൻ മര്യാദക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ജെയ്സ് പാണ്ടനാട് അവിടെ സ്റ്റേജിൽ കയറി നിന്നിട്ട് എന്താ വീരസ്യം പറഞ്ഞ്? ശ്ലൈഹിക സഭയാണോ പെന്തക്കോസ്? ഈ ശ്ലൈഹികം എന്നുള്ള വാക്ക് തന്നെ പെന്തക്കോസുകാരനെ എടുക്കാൻ എന്താ കാര്യം? അതൊരു സുറിയാനിക്കാരുടെ വാക്കല്ലേ? എന്തോ ശ്ലൈഹികം? ശ്ലൈഹിക സഭ. ജെയ്സ് പാണ്ടനാട്, പെന്തക്കോസ്റ്റ് ഒരു കൾട്ടാണ്. അത് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം, നന്നായി അറിയാം. പക്ഷെ താങ്കൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള ചുരമാന്തലുകളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള കോപ്പിരാട്ടുകൾ കാണിക്കുന്നു, സ്വയം അപഹാസ്യനാകുന്നു. രാത്രി ചെല്ലുമ്പോൾ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കാൻ ലജ്ജയില്ല ജെയ്സ് പാണ്ടനാട് താങ്കൾക്ക്? നിൽക്കാറില്ലായിരിക്കും അല്ലേ? കാരണം മനസാക്ഷിയുള്ളവനാണ്, തലച്ചോറിൽ വിവരമുള്ളവനാണ്. പക്ഷെ ഇത്രമാത്രം മനസാക്ഷി പണയം വെച്ചിട്ട് സംസാരിക്കാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പം പെന്തക്കോസ്ത് ഒരു കൾട്ടാണ്. ഞാൻ വീണ്ടും പറയുക, പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തിന്റെ ഉപദേശം ഏക ദൈവം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. ഇപ്പൊ ഇവർ പറയാം അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ട്, അതാണ് നിങ്ങളുടെ ഉപദേശം. യേശുക്രിസ്തു മാത്രമാണ് ദൈവം.
എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെ തന്നെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പെന്തക്കോസ്ത്. ഈ തരത്തിലുള്ള പഠിപ്പിക്കൽ ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ ഭാഗമല്ല, ഹിസ്റ്റോറിക്കൽ ക്രിസ്ത്യാനിറ്റി അല്ല. അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അത് ആദ്യം മുതൽ അങ്ങനെയാണ്. അതാണ് ക്രിസ്തീയ വിശ്വാസം. അല്ല അതൊരു അഭിപ്രായ വ്യത്യാസം മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ഫെയ്ത്ത് ആണെങ്കിൽ, ആദ്യം മുതൽ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ട്രീം ഉണ്ടായിരിക്കണം. ആ സ്ട്രീം നിങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഞാൻ അല്പം കടുപ്പിച്ചു തന്നെ പറയുകയാണ്, പെന്തക്കോസ്ത് ഒരു കൾട്ടാണ്, അത് ക്രിസ്ത്യൻ ചർച്ച് അല്ല. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു കൾട്ടാണ്, അത് ക്രിസ്ത്യൻ ചർച്ച് അല്ല. കാരണം ക്രിസ്ത്യൻ ചർച്ച് ആണെങ്കിൽ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ, ആ സഭയിലെ ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടുണ്ടായ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ആദ്യം മുതൽ ആ ഗ്രൂപ്പ് നിലനിൽക്കണം. എവിടെ ആ ഗ്രൂപ്പ്? ഹിസ്റ്ററിയിൽ നിങ്ങൾ കാണിക്കുക. യേശുക്രിസ്തു മാത്രം ദൈവം എന്ന് വിശ്വസിക്കുന്ന, യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന, ആ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും കാണണം. അങ്ങനെ ഉണ്ടോ? ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ വിശ്വാസം ട്രിനിറ്റേറിയൻ വിശ്വാസമാണ്, ത്രിയേക ദൈവ വിശ്വാസമാണ്. അപ്പൊ ട്രിനിറ്റേറിയൻ വിശ്വാസമുള്ള സഭയാണ് യഥാർത്ഥ സഭ. അതാണ് ഹിസ്റ്റോറിക്കൽ ക്രിസ്ത്യാനിറ്റി. അപ്പൊ ട്രിനിറ്റി വിശ്വാസമില്ലാത്ത ഒന്നും ഹിസ്റ്റോറിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമല്ല. പക്ഷേ കേരളത്തിലെ മണ്ടന്മാരായ യാക്കോബായക്കാരും മരമണ്ടന്മാരായ കത്തോലിക്കരും ഇവരെ സഹിച്ചു, ഇവരെ ഉൾക്കൊണ്ടു. എങ്ങനെ? എന്നിട്ട് അവരുടെ സ്വന്തം ആടുകളെ ഈ വലിയ ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുവാൻ അവർ വഴിയൊരുക്കി. ഇവർക്കെതിരെ ഫലപ്രദമായി ആദ്യം മുതൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാനടക്കമുള്ള ആളുകൾ ഈ വഞ്ചനയിൽ പെട്ടുപോവുകയില്ലായിരുന്നു. കുറെ കൂടെ ബെറ്റർ ക്രിസ്ത്യൻ ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വാസമില്ലായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ ആദ്യം യാക്കോബ പള്ളിയിലാണ് പോയത്. കുറെ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് അങ്ങനെ, അപ്പം നമുക്ക് പെന്തക്കോസ്തുകാർ ഭയങ്കര പൊങ്ങുന്നു, ചാടുന്നു, ഭയങ്കര ആവേശം. ഇവരാണ് കൂടുതൽ ആത്മാർത്ഥതയുള്ളതും കൂടുതൽ എരിവുള്ളതുമായ ക്രിസ്ത്യാനികൾ എന്ന് വിചാരിച്ചപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് മാറി. പക്ഷെ അതിനെതിരായിട്ട് ഇതുമായിട്ടുള്ള വ്യത്യാസം വ്യക്തമായി പ്രബോധിപ്പിക്കുന്നതിൽ സഭകൾ പരാജയപ്പെട്ടു. അല്ലെങ്കിൽ അവർ ബോധപൂർവം അവരുടെ അലംഭാവം കാണിച്ചു. നിരുത്തരവാദപരമായ നിലപാടാണ് അവരെടുത്തത്. എന്നിട്ട് ഇവിടെയുള്ള ആളുകളും അവരുടെ പാട്ട് പാടുകയും അവരോട് സഹകരിക്കുകയും അവരെ ഒരു ക്രിസ്ത്യാനി എന്ന വിധത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. സത്യത്തിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. അവർ ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ് സത്യം. എന്നെ കേൾക്കുന്ന യാക്കോബായ, കത്തോലിക്ക വൈദികരും സഭ അധികാരികളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് ഞാൻ പിന്നെയും പറയാം. കാരണം നിങ്ങൾ എടുക്കേണ്ട കടുപ്പിച്ച നിലപാട് എടുത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ അനേക ആടുകൾ, ഞാൻ അടക്കമുള്ള ആടുകൾ തെറ്റിപ്പോയി. കാരണം ടോളറൻസ് 100% ടോളറൻസ് ആണ്. അത് ദുരുപദേശകരോട് അല്ലായിരുന്നു വേണ്ടത്. അനേക കുടുംബങ്ങളെയും വ്യക്തികളെയും ചതിക്കുകയാണ് ചെയ്തത്. ടോളറൻസ് അറ്റ് ഇറ്റ്സ് പീക്ക്. അത്രയും ടോളറൻസ് പാടില്ല. കാരണം സഭയുടെ ചരിത്രത്തിൽ ഒരിക്കലും സഭാപിതാക്കന്മാർ ആരോടും ഈ തരത്തിൽ ഹെരസികളോട് ടോളറൻസ് കാണിച്ചിട്ടില്ല. അപ്പൊ ഈ ഹെരറ്റിക് ഗ്രൂപ്പിനോട് അങ്ങേയറ്റം ടോളറന്റ് ആയി എന്നുള്ളതാണ് ഈ പറഞ്ഞ സുറിയാനി സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അപ്പോ സാധാരണ ഒരു കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു സാധാരണ യാക്കോബായക്കാരൻ കരുതിയത് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണെന്നും അവർക്ക് ആകെയുള്ള വ്യത്യാസം മാതാവിനോടുള്ള പ്രാർത്ഥനയില്ല, അല്ലെങ്കിൽ മുതിർന്ന സ്നാനമാണ് വ്യത്യാസം, പിന്നെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ. ഈ 3 കാര്യത്തിലുള്ള വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. അല്ല, അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട്. അത് ക്രിസ്ത്യാനിറ്റി അല്ല. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ God sent his son.
ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം. പക്ഷേ ഇവരുടെ വിശ്വാസം എന്നതാ? ദൈവം തന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. യേശുക്രിസ്തുവാണ് ദൈവം, യേശുക്രിസ്തു മാത്രമാണ് ദൈവം. ഇതാണ് ഇവർ നിരന്തരമായി പ്രസംഗിക്കുന്നത്. ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്, ദേ ആർ നോട്ട് ഹിസ്റ്റോറിക്കൽ ക്രിസ്ത്യൻസ്. അവർ ചാരിത്രിക സഭയുടെ ഭാഗമല്ല, അവർക്ക് യാതൊരു ബന്ധവും. അടുത്തത് മറ്റൊരു ഗ്രൂപ്പുണ്ട്, യഹോവ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഗ്രൂപ്പ്. ഈ യഹോവ എന്ന പേര് തന്നെ അടുത്തൊരു കാലത്തുണ്ടായതാണ്. നേരത്തെ അങ്ങനെ ഒരു പേര് തന്നെ പ്രയോഗത്തിൽ. അപ്പോഴാണ് ഈ യഹോവ ദൈവമാണെന്ന്. ഇതൊന്നും ഹിസ്റ്റോറിക്കൽ ക്രിസ്ത്യാനിറ്റിയിൽ, ഇതൊന്നും ആദ്യം തൊട്ട് ഇങ്ങനെ ഒരു സഭയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ വൈകിയ വേളയിൽ എനിക്കുണ്ടായ ബോധോദയമാണ് അല്ലെങ്കിൽ വിവേകമാണ്. അപ്പൊ ചില ആളുകൾ പറയാം, അയ്യോ ഇതൊക്കെയാണ് വലിയ കാര്യം, ഇത് ഞങ്ങൾക്ക് നേരത്തെ തൊട്ട് അറിയാതെ, എന്നിട്ട് നീ എന്താ നേരത്തെ പറയാൻ? എന്റെ പൊന്നു ചക്കരെ, നീ നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ രക്ഷപ്പെട്ടനല്ലോ, എന്ത് പറഞ്ഞില്ല? ഇതെല്ലാം ഞങ്ങൾക്ക് നേരത്തെ, നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ നിങ്ങൾ മിണ്ടിയില്ല. നിങ്ങൾ മിണ്ടേണ്ട സമയത്ത് മിണ്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ക്രിസ്ത്യാനിറ്റി അല്ല. അപ്പൊ യഹോവ വിറ്റ്നസ് അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്. ചരിത്രത്തിലെങ്ങും അവരില്ല. അവർ 20-ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ടു, പൊട്ടിമുളച്ചതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ഒരു സൃഷ്ടിയാണ്. അവരുടെ ഒറിജിൻ 20-ാം നൂറ്റാണ്ടിലാണ്. പെന്തക്കോസ്റ്റ് ചരിത്രത്തിലില്ലാത്തതാണ്, ചാരിത്രിക ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമല്ല. 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായത് എങ്ങനെയാ? പുതുതായിട്ടുണ്ടായതാണ്. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് പുതുതായിട്ടുണ്ടായ ഒരു ഗ്രൂപ്പാണ്. ഇതെല്ലാം പുതുതായിട്ടുണ്ടായ നവീന ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ ഒന്നുമില്ല. അത് തികച്ചും പുതിയതായിട്ടുണ്ടായതാണ്. അതായത് ബൈബിൾ വായിച്ച് അതിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അവരുടേതായ ചില ആശയങ്ങളും കൂട്ടിച്ചേർത്ത് അവർ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഇതെല്ലാം. ദാറ്റ് ഈസ് നോട്ട് ചർച്ച്. അത് സഭയല്ല. അത് സഭയെന്ന് വിളിക്കപ്പെടാൻ യാതൊരു തരത്തിലുള്ള യോഗ്യതയുമില്ല. പക്ഷെ ഭയങ്കര സഹിഷ്ണുതയായി അച്ഛന്മാർ കേട്ടോ. അച്ഛന്മാരൊക്കെ ഇവരെ വലിയ ക്രിസ്തീയ സഭയായിട്ടാ കാണുന്നത്. സഭയല്ലത്, ക്രിസ്ത്യാനിറ്റി അല്ലത്, ഹെരറ്റിക് ഗ്രൂപ്പാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അച്ഛന്മാരെ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ നടപടികളെ നോക്ക്. ഞാൻ സഭയുടെ ഹിസ്റ്ററി വായിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. സഭാചരിത്രത്തിൽ ഒരിക്കലും ഹെരറ്റിക്കുകളോട് സഭാപിതാക്കന്മാർ ഇത്ര ടോളറന്റ് ആയിട്ട് നിന്നിട്ടില്ല. നമ്മളിവിടെ നിന്നിട്ട് വിശുദ്ധന്മാരെന്ന് വാഴ്ത്തുന്ന ആളുകളുണ്ട്, പിതാക്കന്മാരുണ്ട്, പുണ്യപിതാക്കന്മാർ എന്നൊക്കെ പറഞ്ഞ ഈ പുണ്യപിതാക്കന്മാർ ആരും ഒരു ഹെരറ്റിക് ഗ്രൂപ്പിനോടും ഇങ്ങനെ ടോളറന്റ് ആയിട്ട് നിന്നിട്ടില്ല. സീറോ ടോളറൻസ് ആണ്. അപ്പൊ സീറോ ടോളറൻസ് ആയിട്ടാണ് അവർ നിന്നത്. ഇതിപ്പോ 100% ടോളറന്റ് ആണ്. എന്ത് പറഞ്ഞാലും കുഴപ്പം. ഞാനൊരു ഓർത്തഡോക്സ് ഗ്രൂപ്പിൽ അംഗമാണ്. എന്നെ ആരോ അംഗമാക്കിയതാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ. രാവിലെ ഒരു ഓർത്തഡോക്സുകാരൻ ചോദിക്കുകയാണ്, പെന്തക്കോസ്തുകാരുടെ ഒരു പാട്ട്, ആ പാട്ട് കിട്ടുമോ? അപ്പൊ വേറൊരു ഓർത്തഡോക്സുകാരൻ കൊണ്ടു കൊടുക്കുക, എന്നാ ആ പാട്ട്, സ്വോത്രം. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടും ബോധം ഉദിക്കുന്നില്ല. ഇത് ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ ദൈവം തന്റെ പുത്രനെ അയച്ചു എന്നുള്ളതാണ് സത്യവിശ്വാസം. അല്ലാതെ ദൈവം അവിടെ നിന്ന് ഇറങ്ങി വന്നു എന്നുള്ളതല്ല. ദൈവം അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഒരു മായക്കാഴ്ച കാണിച്ചു. ആളുകളെല്ലാം ഇങ്ങനെ ഇട്ട് കറക്കി, പമ്പരം പോലെ കറക്കി 3.5 കൊല്ലം അവരെയും കളിപ്പിച്ചു, ഇവരെയും കളിപ്പിച്ചു. അവസാനം കുരിശിലും ഒരു അഭ്യാസം കാണിച്ചു. ഇങ്ങനെയുള്ള ഒരു മായാക്കാഴ്ചയുടെ ഒരു അവ്യക്തമായ വിവരണം അങ്ങനെ ഒരു തോന്നൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കവലത്തൊഴിലാളിയെ ഒരു ക്രിമിനൽ കേസിൽ പിടിച്ചു പോലീസ്. ഈ കവലത്തൊഴിലാളിയെ ക്രിമിനൽ കേസിൽ പിടിച്ചപ്പോ കവലത്തൊഴിലാളികളുടെ ഫാൻസ് മുഴുവൻ, സത്യമാണോ ഈ കേൾക്കുന്നത്? സത്യമാണോ? സത്യമാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത വന്നു.
സത്യമല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റില്ല, കോടിക്കണക്കിന് രൂപ കിട്ടത്തില്ലേ? അപ്പോഴും ഈ പൊട്ടന്മാർ ചോദിക്കുക സത്യമാണോ? അപ്പൊ ഇത്രമാത്രം ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്, ഇത്ര ഇഡിയറ്റ്സ്. പിന്നെ അവർക്ക് ചർച്ച് ഹിസ്റ്ററി പറഞ്ഞ എന്തോ മനസ്സിലാകും? ഈ വിഡ്ഢികൾക്ക് പിന്നെ എങ്ങനെ ചർച്ച് ഹിസ്റ്ററി മനസ്സിലാകാനാണ്? മിനിഞ്ഞാന്ന് നടന്ന കാര്യം ഇന്ന് വന്ന് പത്രത്തിൽ സകല മാധ്യമങ്ങളിൽ വന്നിട്ട്, ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ വിവരസാങ്കേതിക വിസ്ഫോടനം നടന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സാങ്കേതിക വിദ്യയുടെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഈ മണ്ട ശിരോമണികൾ ചോദിക്കുക സത്യമാണോ? അപ്പൊ ഇവരോട് പിന്നെ ഈ 2000 വർഷത്തെ മുമ്പത്തെ കാര്യം പറഞ്ഞിട്ട് എന്താ വിശേഷം? എടാ, കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോവുകയാണെങ്കിൽ കുതിരകളോട് കൂടെ നീ എങ്ങനെ ഓടും? സമാധാനമുള്ള ദേശത്ത് നീ പേടിച്ച് മൂത്രമൊഴിക്കുകയാണ്, യോർദാന്റെ വൻകാട്ടിൽ ചെല്ലുമ്പോൾ നീ എന്തോ ചെയ്യും? മിനിഞ്ഞാന്ന് കൊല്ലത്ത് നടന്ന കാര്യം ഇന്നലത്തെ മനോരമ വന്നിട്ട് ഇന്ന് വായിച്ചിട്ട് സത്യമാണോ നേരാണോ കടുപ്പീരായിരിക്കും എന്ന് പറയുന്ന നീ അന്തിമോസും ഗ്രീഗോറിയസും ഇവാനിയോസും ദിയസ്കോറസും ബെസേലിയോസും അത്താനാസിയോസും ഒക്കെ പറഞ്ഞ കാര്യം നീ എങ്ങനെ വിശ്വസിക്കും? ടെറിബിൾ. ഇത് ഞാൻ പറഞ്ഞത് ബ്രെയിൻ വാഷ്ഡ് സൊസൈറ്റിയാണ്, മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായ ഒരു നിർഭാഗ്യവാന്മാരുടെ സമൂഹം. ആ നിർഭാഗ്യവാന്മാരുടെ സമൂഹത്തിൽ എന്തെങ്കിലും കോപ്പിരാട്ടി കാണിച്ച് ജിമ്മിക്ക് കാണിച്ചിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചർച്ചോക്കോടുകാരൻ ഏതവനാണെന്ന് വെച്ച് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തോണം. ചുമ്മാ അവിടെ ഈ ആനക്കെട്ട് എറിഞ്ഞിട്ട് വാഴയ്ക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആനയ്ക്ക് എറിഞ്ഞിട്ടേ നീ വാഴയ്ക്ക് മറിയുന്നോ? വേഗം രംഗത്ത് വന്നോണം, ഏതവനാ വെല്ലുവിളിച്ചെന്ന് വെച്ചാ മറിഞ്ഞിരിക്കുന്നു. നിന്റെ 25 കൊല്ലത്തെ സ്വതരാഴ്ച ഞാൻ തരാം, നീ ഇങ്ങോട്ട് വാ, കാശ് ഞാൻ അണാ പൈസ എണ്ണി തരുന്നുണ്ട്. അവിടെ ചോദിച്ചാൽ മതി, പി സി ചെറിയാനോട് ചോദിച്ചാൽ മതി, വിവരം അറിയാം കേട്ടോ. നീ കൂടുതൽ കളിക്കല്ലേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ തിയോളജി നോക്കുന്നുണ്ട്. പെന്റക്കോസ്റ്റിന് തിയോളജി ഉണ്ടെന്ന് മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്ത് തോന്നിയാസം പറയാന്നാണോ? അതുപോലെ തന്നെ ജെയ്സ് പാണ്ഡ്രയുടെ എന്ത് തിയോളജിയാ ജെയ്സ് പാണ്ഡ്രയുടെ പെന്തക്കോസിനുള്ളത്? ജെയ്സ് പാണ്ഡ്രയുടെ ഉത്തരം പറയണത് എന്ത് തിയോളജിയാ പെന്തക്കോസിനുള്ളത്? പെന്തക്കോസിന്റെ തിയോളജി ആരാ ഉണ്ടാക്കിയത്? 1901 കന്നുകാലിക്കൂട്ടിൽ ഉണ്ടായത് ഇത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അത് കഴിഞ്ഞ് പെന്തക്കോസിന് തിയോളജി ഉണ്ടാക്കിയത് ആരാണ്? തിയോളജി ഉണ്ടാക്കാൻ ഏത് കൗൺസിലാടാ കൂടിയത്? എവിടെ? അതോ നിനക്ക് വെളിപ്പാട് കിട്ടി? ആർക്ക് കിട്ടി? ഇത് ആര് അംഗീകരിച്ചു? പറയടാ പെന്തക്കോസുകാരാ, നിന്റെ തിയോളജി ഉണ്ടോ? നിനക്ക് തിയോളജി ഉണ്ടെന്നോ? എവിടെയാണോ നിനക്ക് തിയോളജി ഉള്ളത്? കളിക്കരുത്, എന്നെ കൊണ്ട് നീ പറയിക്കരുത്. ചർച്ചോക്കോടുകാരനോട് ഈ പറയുന്നത്. ചർച്ചോക്കോട് ആ തിരുവല്ലായി കടയുടെ പുറകെ യോഗം നടത്തി എന്നെ പരാമർശിച്ചിട്ടുണ്ട്, പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിന്റെ സ്വത്രാഴ്ച ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. പെന്തക്കോസ്റ്റിൽ ഏതവനെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിന്റെ സഭയിൽ ഞാൻ എത്ര മേടിച്ചു, 25 കൊല്ലത്തെ പൈസ തരാൻ പോവാ. പനിക്കും നീ, മനസ്സിലായോ? നീ തുള്ളി പനിച്ച് കിടക്കും, മൂടി പൊതച്ച്. തിയോളജി ഉണ്ടെന്ന്. ഇറ്റ്സ് ആൻ ഓപ്പൺ ചലഞ്ച് ഫോർ ഓൾ മലയാളി പെന്റക്കോസ്റ്റൽ ഇഡിയറ്റ്സ്. ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ നിന്റെ തിയോളജി. ആരാടാ തിയോളജി ഉണ്ടാക്കുന്നത്? നിനക്ക് ഞാൻ അറിയാതെ തിയോളജി ഉണ്ട്. പെന്തക്കോസ്റ്റിന്റെ തിയോളജി, പെന്തക്കോസ്റ്റിന് എവിടെയാ തിയോളജി ഉണ്ടായത്? ഓക്കെ, നിങ്ങൾ പറ, എവിടെ പെന്തക്കോസ്റ്റിന് തിയോളജി ഉണ്ടായി? പെന്തക്കോസ്റ്റൽ തിയോളജിക്കൽ കൗൺസിൽ കൂടിയോ? എവിടെ കൗൺസിൽ കൂടി? ഏത് കൗൺസിൽ കൂടി? ഏത് കൗൺസിൽ അംഗീകരിച്ചു? തിയോളജി എങ്ങനെ ഉണ്ടായെന്ന് പറയണോന്ന്. തിയോളജി എങ്ങനെയാ ഉണ്ടായെന്ന് പറയണോ? തിയോളജി എങ്ങനെ ഉണ്ടായി? പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കൾട്ട് ഗ്രൂപ്പാണ്, അവർക്ക് തിയോളജി ഒന്നുമില്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഹതഭാഗ്യൻ, കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. മുറിവുകളോടെ, അപമാനത്തോടെ, പരുക്കുകളോടെ രക്ഷപ്പെട്ട ഒരു ഹതഭാഗ്യൻ. ആ ഹതഭാഗ്യന്റെ നിലവിളിയാണ് നിങ്ങൾ ഈ ലൈവിൽ കേൾക്കുന്നത്. അപ്പൊ നീ എന്റെ നേരെ പിന്നെയും കുതിര കയറാൻ പറ്റുമോ? ഇങ്ങോട്ടൊന്നും വന്നേക്കല്ലേ. ആർക്കാണെങ്കിലും വരാം, ജെയ്സ് പാണ്ഡ്രയാണെങ്കിലും വരാം. തിയോളജി ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. പക്ഷെ ചോദിക്കും, പെന്തക്കോസ്റ്റിന് തിയോളജി ഉണ്ടെങ്കിൽ പെന്തക്കോസ്റ്റിന്റെ സഭയുടെ രൂപം എന്ത്? ഒന്നാമത് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം പറഞ്ഞേക്കാം, ഹോംവർക്ക് ചെയ്ത് വെച്ചുവാ. കർത്താവായ യേശു ക്രിസ്തു
കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുയായിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ അതേ ശൈലി തന്നെയാണ്. കർത്താവ് ഈശോ മിശിഹ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യം ആദ്യമേ അങ്ങ് പറയും. അല്ലാതെ അയ്യോ വൈവാവോസിയാണ്, വൈവാവോസിക്ക് എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്. ഈ വൈവാവോസി എന്നൊക്കെ പറഞ്ഞാൽ നിനക്കറിയാം, പോസ്റ്റ് ഗ്രാജുവേഷന് പോകണം, അന്നേരം നിനക്ക് മനസ്സിലാവും. ഈ വൈവാവോസിക്ക് എന്ന് കഴിയുമ്പോൾ അവിടെ എന്നെ ചോദിക്കും. അപ്പൊ നമ്മൾ ഈ വാതൊക്കെ നിൽക്കുമ്പോൾ ഒരു ഇതുണ്ട്, എന്നതായിരിക്കും ചോദിക്കുന്നത്. ഇതിപ്പോ എന്നാന്ന് വെച്ചാൽ ആദ്യം അങ്ങോട്ട് പറയുക, യേശുക്രിസ്തു പറയുക എന്താ ചോദിക്കുന്നത്. ES തോമസ് ഹായ് എന്ന് വെച്ചിട്ടുണ്ട്, അവിടെ കാണണം. ഉറക്കാന്ന് വെച്ച് പോവല്ലേ. അപ്പൊ ഇവിടെ ഈ വൈവാവസിക്ക് ചെല്ലുമ്പോഴൊക്കെ ചോദിക്കുന്നതെന്ന് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരിക. അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഒന്നാമത് യേശുക്രിസ്തു ചോദിക്കാം, നീ സ്നാനപ്പെട്ടോ? സ്നാനപ്പെട്ടേ. മുങ്ങിയാണോ പൊങ്ങിയാണോ? മുങ്ങിപ്പെട്ടേ. യേശുക്രിസ്തു അതൊന്നുമല്ല ചോദിക്കുന്നത്. നീ അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ട് സന്ദർശിച്ചോ? ക്വസ്റ്റ്യൻ നമ്പർ 3, ഞാൻ വിശന്നിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 4, ഞാൻ ദാഹിച്ചിരുന്നു, നീ എനിക്ക് കുടിപ്പാൻ തന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 5, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ? ദാറ്റ്സ് ഇറ്റ്. 5 ചോദ്യങ്ങളാണ്. അല്ലാതെ വേറെ ചോദ്യമൊന്നുമല്ല അവിടെ ചോദിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ചോദിക്കാനുള്ള ചോദ്യം ആദ്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിക്കാനുള്ള ചോദ്യം ആദ്യം പറയാം. ഇവിടെ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, പെന്തക്കോസ്തിന്റെ സംഘടനാ രൂപം എന്താണ്? ഇതെന്നാണ് ഉണ്ടായത്? നിങ്ങളുടെ സഭ. ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഒരു സഭയാണ്. അപ്പൊ ഓക്കെ, അതിന്റെ സംഘടനാ രൂപം എന്താ? നിങ്ങൾക്ക് നിയതമായ ദൈവശാസ്ത്രമുണ്ടോ? അതോ ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ദൈവശാസ്ത്രം പറയുകയാണോ? ചോദ്യമാണ്. നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ആർക്കെന്തും പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ അവിടെ നിന്നിട്ട് കത്തോലിക്ക സഭയെ വിമർശിക്കാൻ വേണ്ടി അവിടെ മീറ്റിംഗ് നടത്തി ഗ്ലോറിയസ് ഗോസ്പലിനെ കണ്ണിക്കുക എന്ന് പറഞ്ഞു. 3 പേരിനാണ് പ്രധാനമായിട്ട് കണ്ണിച്ചത്. കൊല്ലം ഷമീർ, കുമരകം ജോബി, കൊടിത്തോട്ടം അനിൽ. 3 കണ്ണകന്മാരാ. 3 പേരാണ് കണ്ണിച്ചത്. അപ്പൊ ഈ കണ്ണിച്ചവന്മാരെല്ലാം കത്തോലിക്ക സഭയെ കുറ്റം പറയുക. കത്തോലിക്ക സഭയിലെ 2 സഹോദരന്മാരെ വിളിച്ച് വധിക്കുകയും ചെയ്തു. അതിനകത്ത് പ്രധാനമായ കാർമ്മികത്വം വഹിച്ചത് കൊടിത്തോട്ടം അനില്, പാണ്ടനാട് ജെയ്സ്, പാണ്ടനാട് ജെയ്സ്, കൊടുത്തോട്ടം അനില്. ഇവര് 2 കൂടെ ഇരുന്ന് അത് നടത്തി. കത്തോലിക്ക വധം, കഥകളി 1-ാം ദിവസം, 2-ാം ദിവസം കന്യാമറിയാമിനെ അവഹേളിക്കുക, ഇതൊക്കെ നടത്തി. അപ്പൊ ചോദ്യം വരികയാണ്, നിങ്ങൾക്ക് അപ്പൊ ഇവർ പൊക്കിക്കാണി, ഇതാണ് കത്തോലിക്ക കാറ്റക്കിസം. പാണ്ടനാട് ജെയ്സ് പാണ്ടനാട് വായിക്കാണ്, കത്തോലിക്ക കാറ്റക്കിസം ഇതാണ്, ഓർത്തഡോക്സ് കാറ്റക്കിസം ഇതാണ്, ഓർത്തഡോക്സ് കാറ്റക്കിസം ഇതാണ്, കത്തോലിക്ക കാറ്റക്കിസം ഇതാണ്. എടാ മോനെ, കൊച്ചെ, ചക്കരെ, മുത്തേ, പെന്തക്കോസ് കാറ്റക്കിസം എന്തി? നിനക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടോ? എന്തി? അത് പിന്നെ മോനെ, നിന്റെ സഭയല്ല, നീ ഈ ശ്ലൈഹികമെന്നൊന്നും പറഞ്ഞ് നീ വെറുതെ വിഷമിക്കരുത്. നീ കണ്ടവാനും വിഷമിക്കരുത്. ഇപ്പൊ കൺവെൻഷൻ സീസണാ, സ്വോത്ര കാഴ്ച കിട്ടും, നല്ല കാര്യം. വേറെ എന്തെല്ലാം കാര്യം നിനക്ക് പറയാനുണ്ട്? നിനക്ക് ആ രൂത്ത് പിന്നെ പുതപ്പ് നോക്കി ബോവസിന്റെ കാലിനിടയിൽ കിടന്ന കാര്യം പറ. നീ അത് പറ, പെന്തക്കോസ്തുകാർക്ക് അത് പറഞ്ഞാൽ മതി. എന്തിനാ വെറുതെ അനാവശ്യ കാര്യത്തിൽ വെറുതെ ഇരുമ്പേ കടിച്ച് പല്ല് കളയും? മനസ്സിലായി? അല്ലെങ്കിൽ എന്തെല്ലാം കാര്യമുണ്ട്. നമുക്ക് റാഹാബിന്റെ വേശ്യ ഒറ്റുകാരെ വീട്ടിൽ ഒളിപ്പിച്ച കാര്യമോ? ഇതെല്ലാം പെന്തക്കോസ്തിന് സൂപ്പർ ഹിറ്റ് വിഷയങ്ങൾ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. നീ നിനക്ക് ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ എന്തിനാടാ മോനെ ജെയ്സെ, ചക്കര, നീ ഇടപെടുന്നേ? നീ വിട്ടുകള. നീ മേലാലെ ആ കാര്യമായിട്ട് ഇറങ്ങരുത്. അല്ലെങ്കിൽ നീ ഈ കാര്യത്തിന് ഉത്തരം പറയണം. ജെയ്സ, നീ ഒരു പാവാണ്, പൊക്കം കുറഞ്ഞൊരു സഹോദരനാണെന്ന് ഓർത്ത് നമ്മൾ ഒരു ഇളവ് തന്നിരിക്കുന്നു. നീ അവിടെ കാണുന്നത് നീ സ്റ്റേജൊക്കെ പറഞ്ഞല്ലോ എന്റെ ശ്ലൈഹികം വന്നു പറഞ്ഞു കേട്ടാ, നോക്കട്ടെ എന്തോ ശ്ലൈഹികം. എന്റെ ശ്ലൈഹികം
1901 തൊട്ടുള്ള ശ്ലൈകീയമല്ലേ ഉള്ളൂ. അത് നോക്കാം. എന്നാ കൗൺസിൽ കൂടിയത്? ആരാ കൗൺസിൽ കൂടിയത്? ഏത് കൗൺസിലിന്റെ തീരുമാനമാണ്? അപ്പൊ 1901 സഭയുണ്ടായി. സഭയുണ്ടായി കഴിഞ്ഞപ്പോൾ ആ സഭയ്ക്ക് അടിസ്ഥാന പ്രമാണം അത് ബൈബിൾ. ആര് പറഞ്ഞു? പെന്തക്കോസ്ത് സഭ ഉണ്ടായത്. ഇത് എല്ലാ പെന്തക്കോസ്തുകാർക്കും ഉത്തരം പറയും കേട്ടോ. അമേരിക്കയിലുള്ള ഭാഷമാർക്കും പറയാം. നിങ്ങളിപ്പോ രക്ഷപ്പെട്ടെന്ന് ഒന്നും ഓർത്തിരിക്കണ്ട. അമേരിക്കയിലുണ്ടല്ലോ ഭാഷമാർ, നിങ്ങൾക്കും വേണം പറയും. വണ്ടിക്കൂലൊന്നും മുഴക്കണ്ട്. അപ്പൊ 1901 ഇത് ഉണ്ടായത് അല്ലേ? ആണോ അല്ലയോ? ആണോ? അല്ലെങ്കിൽ അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ 1901 ഇത് ബീജാവാപം ചെയ്യുകയും 1906 സഭയാവുകയും ചെയ്തു. അപ്പൊ 1906 സഭയായി കഴിഞ്ഞപ്പോൾ അപ്പം 114 കൊല്ലമായി. ഈ 114 കൊല്ലം മുമ്പ് പെന്തക്കോസ്ത് സഭ ഉണ്ടാകുമ്പോൾ പെന്തക്കോസ്ത് സഭ ആ ഫിലോമോൻ ഐസക് വന്നല്ലോ, ന്യൂമായുടെ. എന്തോ ആടെ കഴിഞ്ഞ ദിവസം നിങ്ങളാണ്ട് വലിയ കൺവെൻഷൻ സീരീസ് ആയിട്ടൊക്കെ എന്തോ മണ്ടത്തരം പറയുന്നുണ്ടോ? അങ്ങോട്ട് പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസമൊക്കെ കുറെ അബദ്ധം പറ്റി കുറെ പേര് കാണാൻ വന്നു. ഇനിയിപ്പോ ആരും വരുന്നില്ല അല്ലേ ഫിലോമോനെ? എന്റെ ഫിലോമോനെ, മനുഷ്യന് മനസ്സിലാകുന്ന കാര്യം പറ. ഫിലോമോൻ ഒരു കാര്യം ചെയ്യും, ഈ ഒരു കാര്യത്തിന് ഉത്തരം പറ, ഞങ്ങളെല്ലാം വന്നിരുന്ന് കാണാം. അതായത് ഫിലോമോൻ ചെന്ന് നിന്റെ ചേട്ടനോട് പറ, മറ്റേ ഡെനീഷിനോടും സെബാഷിനോടും ഒക്കെ ചെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഉത്തരം കണ്ടുപിടിക്കും. നിങ്ങൾ ഈ മനസ്സിലാകാത്ത കാര്യം പറ, ഞങ്ങളെ പോലുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യം പറ. ആ 114 കൊല്ലമേ ആയുള്ളൂ പെന്തക്കോസ്ത് സഭ ഉണ്ടായിട്ട്. അപ്പൊ ഈ 114 കൊല്ലത്തിന് മുമ്പ് പെന്തക്കോസ്ത് സഭയുടെ അടിസ്ഥാന പ്രമാണം ഈ 66 പുസ്തകമുള്ള ബൈബിൾ ആയിരിക്കണം എന്ന് തീരുമാനിച്ചത് ആര്? പണ്ട് തീരുമാനിച്ചതൊന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ച ആരാണ്? ആരാണ് തീരുമാനിച്ചത്? പെന്തക്കോസ്ത് സഭയുടെ അടിസ്ഥാന പ്രമാണം ബൈബിൾ ആണെന്ന് ആര്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ തീരുമാനിച്ചു? ഉത്തരം പറ. നിങ്ങൾ പെന്തക്കോസ്ത് സഭയുടെ അടിസ്ഥാന പ്രമാണം ബൈബിളായിട്ട് വെക്കുന്നതിൽ എനിക്ക് വിരോധമില്ല, എതിരുമില്ല. നിങ്ങൾക്ക് ആർക്കും എന്തും വെക്കാം. പക്ഷെ ചോദ്യം ഇതാണ്, അത് ആര് തീരുമാനിച്ചു? ഇത് കൊല്ലന് പറഞ്ഞില്ല, കൊല്ലത്തി അറിഞ്ഞില്ല, തിത്തൈ എന്നൊരു കൊച്ചു പിച്ചാത്തി എന്ന് പണ്ടാണ്ട് പറഞ്ഞ പോലെ ആരും പറഞ്ഞില്ല. ദാ കിടക്കുന്നു പെന്തക്കോസ്ത്. ജോർജ് കോഷി, ഡു നോട്ട് സ്കെയർ us. ജോർജ് കോഷി പേടിപ്പിക്കുന്നല്ല. 3 വർഷം മുമ്പോട്ട് ഞാൻ ചോദിക്കുന്നത് ജോർജ് കോഷി ലൈവിൽ ജോയിൻ ചെയ്യാൻ. ജോർജ് കോഷി അല്ലേ ഒളിച്ചോടിയത്? അവസാനം കൃപയാൽ ഫേസ്ബുക്കുകാർ ലൈവിൽ ജോയിൻ ചെയ്യുന്ന പരിപാടി നിർത്തി. ഇനിയിപ്പോൾ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് വന്നു. പക്ഷെ എൻ്റെ അടുത്തുണ്ട് അക്സെപ്റ്റ് ചെയ്തത്. എൻ്റെ വേറെ സോഫ്റ്റ്വെയർ ഉണ്ട്, ഞാൻ ഓപ്ഷൻ തരും കേട്ടോ. കൊണ്ടുവന്നിരിക്കും ലൈവിൽ. ഫേസ്ബുക്ക് നിർത്തിയാൽ ഇവിടെ അതിനൊന്നും തടസ്സമൊന്നുമില്ല. അപ്പൊ പെന്തക്കോസ്തുകാരുടെ അടിസ്ഥാന പ്രമാണം ഇത് ഒന്നാമത്തെ ചോദ്യമാണ്. ഇപ്പൊ പെന്തക്കോസ്തുകാരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പറയാം. പെന്തക്കോസ്തുകാർ ഉത്തരം പറയേണ്ട ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ അടിസ്ഥാനം ബൈബിളാണ്, നിങ്ങളുടെ അടിസ്ഥാനം ബൈബിളാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഈ കണ്ണകനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറയുന്ന, ഞാൻ പറഞ്ഞ കണ്ണകൻ കാക്കയുടെ കാര്യം പറഞ്ഞു, എല്ലാവരും പറയുന്ന ഞങ്ങളുടെ അടിസ്ഥാനം ബൈബിളാണ്. ശരി, സമ്മതിച്ചു, എന്റെ പൊന്നൊടയതെ സമ്മതിച്ചു. പക്ഷേ അതാരാ തീരുമാനിച്ചേ? നിങ്ങളുടെ അടിസ്ഥാനം ബൈബിളാണ്. എന്റെ പൊന്നെ, ഞാൻ സമ്മതിച്ചു സാറേ, സമ്മതിച്ചു. പക്ഷേ അതാര്? പെന്തക്കോസ്തുകാർ മുഴുവൻ കേട്ടോണം. കാരണം നിങ്ങൾ മന്ദബുദ്ധികളാണ്, വിഡ്ഢികളാണ്, ശുംഭന്മാരാണ്, ഇഡിയറ്റ്സ് ആണ്. ഞാൻ ഇത്രയും കടുത്ത വാക്ക് പറഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം മുമ്പ് കേരള പോലീസ് തന്നെ വാദിയായിട്ട് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കേരള പോലീസ് അത് പത്രത്തിൽ പ്രസ് റിലീസ് കൊടുത്തിട്ട് എല്ലാ പത്രത്തിലും വാർത്ത വന്നു കഴിഞ്ഞാൽ അത് വായിച്ച് ചോദിക്കുക, സത്യമാണോ ഈ പറയുന്നത്? ഇത്രയും വിഡ്ഢികളെ ലോകത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വിഡ്ഢികളോട് പിന്നെ ഞാൻ 2000 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടായില്ല. അതുകൊണ്ട് 114 കൊല്ലത്തെ കാര്യം തന്നെ നിനക്കൊന്നും താങ്ങാൻ കരുത്തില്ല. ഞാൻ ചോദിക്കുകയാണ്, പറയാമെങ്കിൽ പറഞ്ഞു. ചിന്തിക്ക്, നീ പെട്ടിരിക്കുന്നത്. ഞാൻ അതിനകത്ത് പെട്ടതാ. ഞാൻ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് കരക്കിരുന്ന് നിന്നോട് പറയുക, വലിയ കുഴിയിലാണ് നിങ്ങൾ കിടക്കുന്നത്. മനസ്സിലായി? ഇത് ചുമ്മാതെ പറയുന്നല്ല. 25 കൊല്ലം ജീവിതത്തിന്റെ നല്ല ഒരു പങ്ക് അതിനകത്ത് നശിപ്പിച്ചു നഷ്ടപ്പെട്ടതിന് ശേഷം പറയും. ബഹുമാന്യനായ ഡെന്നിസ് പടികം പാസ്റ്റർ വയോധികനാണ്, ആദരണീയനാണ്, ബഹുമാന്യനാണ്, വിദ്യാസമ്പന്നനാണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന
എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ്. പെന്തക്കോസ്തിൽ നിന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും എന്നോട് സഹകരിക്കുകയൊക്കെ ചെയ്ത ഒരു മാന്യ ദൈവഭൃത്യനാണ്. ഞാൻ പല കാര്യങ്ങളിൽ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പെന്തക്കോസ്തിൽ നിന്ന് പോന്നു കഴിഞ്ഞു അദ്ദേഹത്തിനാണ് എന്നെ ചീത്ത വിളിക്കാൻ, പക്ഷെ ഇന്ന് വരെ എന്നെ ചീത്ത വിളിച്ചിട്ട്. ഇന്നും എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു, പാസ്റ്റർ പോയതിൽ എനിക്ക് ദുഃഖമുണ്ട്, വളരെ സങ്കടമുണ്ട്. അത് ഹൃദയമുണ്ട് ആ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച യാക്കോബായ സഭയുടെ കോട്ടയം ഭദ്രാസന മെത്രാപ്പോലീത്ത തോമസ് മാർ തിമോത്തിയോസിന്റെ അടുത്തായിരുന്നു. അവർ പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്നേഹബന്ധത്തിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പം അതൊക്കെ ഇന്ന് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിരിക്കുക, തിമോത്തിയോസ് തിരുമേനി പറഞ്ഞു ഒരുപാട് ആളുകൾ തിരിച്ചു തന്നത്. പാസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലായിരുന്നു, പക്ഷെ തിരുമേനി എന്നോട് പറഞ്ഞു ദാറ്റ് ഈസ് സോ സാഡ്. അങ്ങനെ കുറെ ആളുകൾക്ക് ബുദ്ധി ഉദിച്ചെന്നേ, കുറെ ആളുകളുടെ തലയിലൊക്കെ ആപ്പിൾ വീണവർ എന്ത് ചെയ്തോണ്ടിരിക്കുക, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി ആപ്പിൾ വീഴാതെ കുഴി കിടക്കുന്നവരാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ചോദ്യം ഇതാണ്, പെന്തക്കോസ്തിന്റെ അടിസ്ഥാനം 66 പുസ്തകമുള്ള ബൈബിളാണ് എന്ന് പറയുന്നവർ അത് എവിടെ വെച്ച് ആര് എപ്പോൾ തീരുമാനിച്ചു എന്ന് പറയണം. ഈ 66 പുസ്തകമുള്ള ഈ ബൈബിളാണ് പെന്തക്കോസ്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നവർ, ദിസ് ഈസ് ദ $1 million ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ $1 million കിട്ടുമെന്ന് വറീശാമൽ വിചാരിക്കരുത്. ഈ സ്കൂളിൽ പോയപ്പോൾ പഠിക്കണമായിരുന്നു, ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, എന്നാലും എനിക്കറിയാം $1 million ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പം പെന്തക്കോസ്തിന്റെ അടിസ്ഥാന പ്രമാണം ബൈബിൾ ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾ അതെല്ലാം സമ്മതിച്ചു. പക്ഷെ നിങ്ങളുടെ ഏത് കൗൺസിലിലാണ് അത് തീരുമാനിച്ചത്? പോരട്ടെ, ഉത്തരം പോരട്ടെ. ഉത്തരം പോരട്ടെ. പെന്തക്കോസ്തിന്റെ ഇവിടെ കേൾക്കുന്ന ആള്, ഞാൻ പറഞ്ഞത് കത്തോലിക്ക സഭയും യാക്കോബായ സഭയും ഗുരുതരമായ വീഴ്ച വരുത്തി. കാരണം ഇത് ഒരു ഹെരസിയാണെന്ന് കണ്ട് അതിനെ ചെറുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവരുടെ പിതാക്കന്മാർ അവരുടെ കാലത്ത് വന്ന ഹെരസികളെ ചെറുത്ത ജാഗ്രത ഈ ഹെരസിക്കെതിരെ എടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഈ ഹെരസിക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുത്തത് മലങ്കരയിൽ ആകെ പരിമല തിരുമേനി മാത്രമാണ്. ഞാൻ ഇഷ്ടം, എനിക്കറിയത്തില്ല വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ട്. എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക, കൈൻഡ്ലി എഡ്യൂക്കേറ്റ്, യു ക്യാൻ എഡ്യൂക്കേറ്റ്. ഓർത്തഡോക്സാർക്കും ഒക്കെ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എനിക്ക് തെറ്റ് പറ്റുമെങ്കിൽ. പക്ഷെ ഞാൻ നോക്കിയിട്ട് എന്റെ പരിമിതമായ പഠിത്തത്തിൽ, എന്റെ അറിവിൽ ഒന്നാമത് ഈ കാര്യങ്ങൾ പഠിക്കാൻ റിസോഴ്സസ് കുറവാണ്. പക്ഷെ എന്റെ അറിവിൽ പരിമല തിരുമേനി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ആരെ ഞാൻ കണ്ടിട്ട്? ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഭയങ്കര ഹെരസിയാണ്. അത് ആ ഗൗരവത്തിൽ കണ്ടിട്ട് അതിനെ ലാഘവത്തോടെ സാവധാനതയോടെ കണ്ടു, സൗമനസ്യത്തോടെ സഹിഷ്ണുതയോടെ കണ്ടു. പക്ഷെ നമ്മൾ പറയുന്നത്, യേശു കർത്താവ് പറയുന്നത്, കള്ളന്മാരെ പരീക്ഷിച്ച് നീ കണ്ടുപിടിച്ചു. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഇത് പിതാക്കന്മാരെ നിങ്ങൾ നോക്ക്, തുബ്ദാൻ വായിക്കുമല്ലോ, അവരെല്ലാം സത്യവിശ്വാസത്തിനു വേണ്ടി പോരാടി. നമ്മൾ യാക്കോബ പള്ളി കുർബാനയ്ക്കല്ല, ദുഷ്ടൻ ദർശിച്ചാർപ്പിട്ടു മടിപൂണ്ടില്ലവരും പോരിൽ, എന്തോ പോരെ, സത്യവിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാ, ചുമ്മാ പാടുക. ദുഷ്ടൻ ദർശിച്ചാർപ്പിട്ടു മടിപൂണ്ട്. ദുഷ്ടൻ ദർശിച്ചാർപ്പിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെയാ ഈ കൊടിത്തോട്ടത്തെ അനിലും ഈ പാണ്ടനാട്ട ജെയിംസും ഈ കുമരത്തെ ജോബിയും ഇവന്മാരായി ആർപ്പിടുന്നേ. സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. അപ്പൊ സത്യവിശ്വാസം മുറുക്കെ പിടിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? ഈ ഹെരസികളെ എക്സ്പോസ് ചെയ്യണം. അതാണ് ഉത്തമ വിശ്വാസിയുടെ ദൗത്യം. അപ്പൊ അതിൽ പരാജയപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ഒരു ഉണർച്ചയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ദാനിയൽ പൂവനത്തിൽ അച്ഛനും ഒക്കെ ആ കാര്യത്തിൽ ഇപ്പം ധാരാളം ആളുകൾ, അച്ഛന്മാരും സെമിനാരിയൻസും ഒക്കെ വളരെ ശക്തമായിട്ട് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ ഒരു ദീർഘകാലം ഒരു മയക്കമുണ്ടായി, അത് വലിയ ദോഷം ചെയ്തു. ഇത് ഹെരസിയാണ്. പെന്തക്കോസ്റ്റ് ഈസ് എ ഹെരസി. അപ്പൊ ആ ഹെരസി, പെന്തക്കോസ്റ്റ് പറഞ്ഞാൽ മുഴുവൻ പെന്തക്കോസ്റ്റും കൂടെ ഹെരസി, അല്ലാതെ ഒരു പെന്തക്കോസ്റ്റ് മുഴുവൻ ഹെരസി. കാരണം അതിനകത്ത് ആർക്കും എന്തുപദേശവും ഉണ്ടാക്കാം, എന്തും പഠിപ്പിക്കും, ഒന്നിനും നിയതരൂപമില്ല. പണ്ട് ഞങ്ങളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ ഇവിടെ എൻ്റെ കൊച്ചു പഠിക്കുന്ന സ്കൂളിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പം, അപ്പൊ അവിടെ ഈ ജിമ്മിനകത്ത് 2 ബാഗ് ഉണ്ട്. അപ്പൊ അതങ്ങോട്ട് നീക്കി വെക്കാൻ
അവിടെ ആ ജോലി ചെയ്യുന്ന ആളുമായിട്ട് ഞാൻ ചെന്ന് നിൽക്കും. പിള്ളേർ വരാൻ നിൽക്കുന്ന വർത്തമാനം പറഞ്ഞിട്ട് ബാഗ് എടുത്ത് അങ്ങോട്ട് നീക്കും. അപ്പം ഞാനിവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് ഓർത്ത് അത് എടുത്ത് വെച്ചു. ഞാൻ ചോദിച്ചപ്പോൾ ഇതെന്നാന്ന് ചോദിച്ചാൽ 2 ബാഗ് ഫുട്ബോളാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ, അമേരിക്ക ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ ഫുട്ബോളിന് സോക്കർ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുവാട്ടെ ഈ സോക്കർ ബോൾ 60 എണ്ണം ഒരു ബാഗ്, അങ്ങനത്തെ 2 ബാഗ്. ഇതൊന്നും ഭയങ്കര ഇതായി. കാരണം ഞങ്ങൾ പഠിച്ച സ്കൂളിൽ ആകെ ഒരു ഫുട്ബോളുണ്ട്. ഇതിന് കാറ്റില്ല, മിക്കവാറും കാറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 മിനിറ്റാണ് ഞങ്ങൾക്ക് കളിക്കാൻ കിട്ടുന്നത്. അപ്പൊ ഈ 45 മിനിറ്റ് കിട്ടുമ്പോൾ ഈ കാറ്റില്ലാത്ത ഫുട്ബോൾ, അപ്പൊ ഞങ്ങൾ ഈ കളിക്കാൻ വേണ്ടിയുള്ള പീരീഡ് അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ ഓടും. ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ ഓടുന്നത്. ഇത് ഓടിയിട്ട് ഈ ഫുട്ബോൾ എടുത്തോണ്ട് അടുത്തുള്ള സൈക്കിൾ കടയിൽ പോയി സൈക്കിൾ പമ്പ് വെച്ച് ഈ ഫുട്ബോൾ, അതായത് ഫുട്ബോൾ നിറയ്ക്കുന്ന പമ്പ് പോലും ഇല്ല, സൈക്കിൾ പമ്പ് വെച്ച് ഫുട്ബോൾ നിറയ്ക്കാൻ മഹാമെനക്കേടാ. അതുകൊണ്ട് വെച്ച് ഈ ഫുട്ബോൾ കാറ്റടിച്ച് നിറച്ച് കൊണ്ടുവരണം. അപ്പൊ അത് ഏറ്റവും സ്പീഡിൽ പോയി ഇത് കാറ്റടിച്ച് നിറച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തുകൊണ്ട് ഓടുന്നത്. ഇത് ഓടിപ്പോയി അതുകൊണ്ട് കാറ്റ് നിറച്ച്. കാരണം ഈ ഞാൻ ഓടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടത്തിന് സ്പീഡ് ഉണ്ടായിട്ടല്ല, അവിടെ ഈ സൈക്കിൾ കട നടത്തുന്ന കുട്ടപ്പൻ എന്ന് പറഞ്ഞ ആളെ ഞങ്ങളുടെ വീടിനടുത്തുള്ള, അപ്പം എനിക്ക് പരിചയമുണ്ട്. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പമ്പ് കിട്ടും. വേറെ പിള്ളേർ ചെന്ന് കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇത് വെച്ചോണ്ട് ഓടുന്നു. ഞാൻ ഓടിക്കൊണ്ട് ഇതുകൊണ്ട് നിറച്ച് ബോൾ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിക്കുക. കളിക്കാനല്ലോ അറിയാമോ, അത് അങ്ങോട്ട് തൊഴിക്കുന്നു ഇങ്ങോട്ട് തൊഴിക്കുന്നു. അപ്പൊ ഇത് 2 ടീമായിട്ട്. അപ്പൊ എല്ലാവർക്കും പന്തേ തൊഴിക്കാൻ കിട്ടണം. എങ്ങോട്ട് തൊഴിക്കുന്നൊന്നും വലിയ ഇതൊന്നുമില്ല, എങ്ങനെയാലും തൊഴിച്ചാൽ മതി. അപ്പൊ അവസാനം കളി കഴിയുമ്പോൾ ഞാൻ എനിക്ക് 3 പ്രാവശ്യം തൊഴിക്കാൻ കിട്ടി, എനിക്ക് 4. ഇങ്ങനെയൊക്കെ അന്നത്തെ കളി. അപ്പൊ ഈ ഗോളിയെ കൊണ്ട് നിർത്തും. ഇപ്പൊ ഗോളിയായിട്ട് നിൽക്കുന്നവൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ മരം പോലെ ഈ ഗോൾ പോസ്റ്റിന്റെ അവിടെ നിൽക്കാന്നുള്ളതല്ല, കളി മുഴുവൻ ഗ്രൗണ്ടിന്റെ നടുക്കാൻ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിക്കുക. അപ്പൊ ഈ ഗോളിക്ക് പണിയൊന്നുമില്ല, അവൻ നിന്ന് മെനക്കെടുക. അതുകൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് സമയത്ത് ഗോളി. സമയത്ത് ഗോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളി നിൽക്കണ്ട, എല്ലാവർക്കും കളിക്കാം. എല്ലാവരും കളിച്ച് ഗോൾ പോസ്റ്റിനോട്ട് അടുത്തങ്ങാൻ പന്തിലാണ് ആ ടീമിലുള്ള ആർക്ക് വേണേലും ഗോളിയാകാം. അവൻ ഓടിപ്പോയി ഗോളി ആയിക്കോണം. അല്ലാതെ ഒരു ഗോളി എന്ന് പറഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞതുപോലെയാണ് പെന്തക്കോസ്തിന്റെ ഉപദേശം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം പറഞ്ഞ് പിതാവിനെ പറ്റിയുള്ള ഒരു ഉപദേശം വരികയാണെങ്കിൽ അപ്പോൾ യേശുനാമത്തിന്റെ ഒരു ഉപദേശം പറയും, മറ്റേ ഒരു ഉപദേശം വരികയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഉപദേശം പറയും. അപ്പൊ എന്തും പറയാൻ തൽക്കാലം പിടിച്ചു നിന്ന, അതായത് ഏത് സന്നിഗ്ധാവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ഉപദേശം, കസ്റ്റം ടൈലർഡ് ഡോക്ട്രിൻ, അന്നേരം ഒരെണ്ണം തയ്പ്പിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അല്ലാതെ നിയതമായ ഉപദേശം ഇല്ല പെന്തക്കോസ്തിൽ. അതുകൊണ്ട് തിരുവല്ല ടൗണിൽ ഇറങ്ങിയിട്ട് ഒരു കത്തോലിക്ക അച്ഛനോട് ഒരു വിഷയത്തിൽ ഒരു ഉപദേശം ചോദിച്ചാൽ അച്ഛൻ ഒരു ഉത്തരം പറയും. നേരെ ട്രെയിൻ കയറി കന്യാകുമാരി ചെന്നിച്ച് ഒരച്ഛനോട് അതേ ചോദ്യം ചോദിച്ചാൽ തിരുവല്ലയിലെ അച്ഛൻ പറഞ്ഞ അതേ ഉത്തരം പറയും. കന്യാകുമാരിയിൽ നിന്ന് ട്രെയിൻ കയറി നേരെ കാശ്മീരിൽ ചെന്നിട്ട് കാശ്മീരിൽ ഒരു കത്തോലിക്ക അച്ഛനോട് ആ ചോദ്യം ചോദിച്ചാൽ ആ അച്ഛൻ അതേ ഉത്തരം പറയും. കാശ്മീരിൽ നിന്ന് കാഠ്മണ്ഡുവിൽ പോയി ചോദിച്ചാൽ അതേ ഉത്തരം പറയും. കാഠ്മണ്ഡുവിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് വത്തിക്കാനിൽ ചെന്ന് ചോദിച്ചാൽ അതേ ഉത്തരം പറയും. വത്തിക്കാനിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് പിടിച്ച് സാവോപോളയിൽ ചെന്ന് ഒരു കത്തോലിക്ക അച്ഛനോട് അതേ ചോദ്യം ചോദിച്ചാൽ അതേ ഉത്തരം പറയും. സാവോപോളയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി കണ്ണൂരിലെ ഒരു കത്തോലിക്ക അച്ഛനോട് ആ ചോദ്യം ചോദിച്ചാൽ ആ അച്ഛനും അതേ ഉത്തരം പറയും. പക്ഷേ തിരുവല്ല ടൗണിൽ ഇറങ്ങി 10 പെന്തക്കോസ് പാസ്റ്റർമാരോട് അതേ ചോദ്യം ചോദിച്ചാൽ 12 ഉത്തരം കിട്ടും. എല്ലാവരും പെന്തക്കോസാണ് താനും. പിന്നെ എവിടെയാടാ പോയി നിനക്ക് തിയോളജി, എവിടെയാടാ ഉപദേശം ഇരിക്കുന്നത്? ഇത് ആളെ കളിപ്പിക്കുന്ന ഒരു തട്ടിപ്പ് സർക്കസ് കൂടാരം മാത്രമാണ്, ദൈവസഭയൊന്നുമല്ല. ഉള്ള സത്യമായിട്ട് പറയാം. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് ഒത്തിരി പേര് അത്ഭുതപ്പെടുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ എന്നതാ ഗ്രഹണശേഷി കുറവുണ്ട്, പഠന വൈകല്യം എന്ന് പറയും. ഈ പഠന വൈകല്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞാലെങ്കിലും മനസ്സിലാകട്ടെന്നോ, ഇങ്ങനെ പറഞ്ഞെങ്കിലെങ്കിലും മനസ്സിലാകട്ടെന്നോ. അതുകൊണ്ട് പഴയ നിയമ പ്രവാചകന്മാരോ എസക്കേൽ പ്രവാചകനും ഒക്കെ നിങ്ങൾ എടുത്തു നോക്ക്. പ്രവചിച്ചിട്ടും മനസ്സിലാകാഞ്ഞിട്ട് അവസാനം നല്ല പച്ച തെറി കൂട്ടിയാണ് പ്രവചനം പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്ക്. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലെങ്കിലും ഇവന്റെ തലയ്ക്കകത്ത് കയറട്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നാലും തെറിയൊന്നും പറഞ്ഞില്ല, ചില കട്ടിയിൽ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രമാത്രം ഒരു ഗുരുതരമായ ഉപദേശ പെശകെന്നല്ല, ഇത് ക്രിസ്തീയ സഭയായിട്ട് ബന്ധമില്ല. ബന്ധമുണ്ടെങ്കിൽ ഇവര് കൗൺസിൽ വേണം. എന്നിട്ട് ഇവര് സുന്നോദോസിനെയൊക്കെയാ കളിയാക്കുന്നത്. സുന്നോദോസിനെ കളിയാക്കാൻ നിനക്കെന്താ അതുമായിട്ട് ബന്ധം? അത് എൻറ്റയർലി ഡിഫറെന്റ് ഹിസ്റ്റോറിക് ക്രിസ്ത്യാനിറ്റിയാണ്. നിന്റേത് ഹിസ്റ്റോറിക് ക്രിസ്ത്യാനിറ്റി അല്ല. യു ഹാവ് നോ കണക്ഷൻ വിത്ത് ദാറ്റ് ചർച്ച്.
അല്ലെങ്കിൽ ആ ചർച്ചുമായിട്ട് ബന്ധമുണ്ട്, ആ ചർച്ചുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറയണം. ആ ചർച്ചുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് പുതുതായിട്ടുണ്ടായതാണെങ്കിൽ ഈ ജോൺ തോമസ് ഡോക്ടർ, ബിന്നി പുത്തമ്പരക്കെ ജോൺ, മെഡിക്കൽ ഡോക്ടർമാരൊക്കെ ജോലി കളഞ്ഞ് പാസ്റ്റർ പണിക്ക് പോകണമെങ്കിൽ പെന്തക്കോസ് പാസ്റ്റർ വരുമാനമൊക്കെ എന്തായിരിക്കും? ജോൺ തോമസ് ഡോക്ടർക്ക് ഇപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ്. ബിന്നി പുത്തമ്പരക്കൽ ജോൺ, മിസ്റ്റർ ബിന്നി പി ജോൺ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ജോൺ തോമസ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഈ സംവരണ സീറ്റിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചിട്ട് ഈ പറഞ്ഞ പഠനവൈകല്യം നിമിത്തം പഠനം പൂർത്തീകരിക്കാതെ പുറത്തിറങ്ങി പാസ്റ്ററായിട്ട് നടക്കുന്നതാണ്. ചുമ്മാ പറയുന്നത്. അയാൾ MBBS ജയിച്ചിട്ടൊന്നുമില്ല. അത് വിട്ടുകളാ കേസ്. ചുമ്മാ നിങ്ങളെ കളിപ്പിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഈ നിങ്ങളീ മനസ്സിലാക്കേണ്ടത് ഇതൊരു തട്ടിപ്പ് ഗ്രൂപ്പാണെന്നുള്ളതാണ്. യാതൊരു അടിസ്ഥാനവുമില്ല. എന്തെങ്കിലും അടിസ്ഥാനമെങ്കിൽ അടിസ്ഥാനപരമായി നമ്പർ 1 ചോദ്യത്തിന് ഉത്തരം പറയണം. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഒരു ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. അതായത് ബൈബിളാണ് നിങ്ങളുടെ അടിസ്ഥാനമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, ബൈബിളാണ് നിങ്ങളുടെ അടിസ്ഥാനമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, ഓഹോ ജോൺ തോമസ് പാവോന്നില്ല. മിസ്റ്റർ ജോൺ തോമസ്, എനിക്കറിയാം താങ്കൾ ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ആളാണെന്നും നിങ്ങൾക്ക് മെഡിക്കൽ എൻട്രൻസിൽ 3ാം റാങ്ക് കിട്ടിയതാണെന്നും നിങ്ങൾ ഹൈ മാർക്കിൽ ജയിച്ച ആളാണെന്നും എനിക്കറിയാം. ഞാനൊരു തമാശ പറഞ്ഞാണ്, സോറി. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബൈബിളാണ് നിങ്ങളുടെ അടിസ്ഥാനമെന്ന് പെന്തക്കോസ്തുകാർ പറയുന്നെങ്കിൽ ഒറ്റ ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ബൈബിളാണ് നിങ്ങളുടെ അടിസ്ഥാനമെന്ന് ആര്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ആര്? ഫസ്റ്റ് ചോദ്യമാണ് ആര്? ഹൂ ഹാസ് ദ അതോറിറ്റി? ഹൂ ഹാഡ് ദാറ്റ് അതോറിറ്റി? പെന്തക്കോസ്ത് എന്ന സഭയുടെ അടിസ്ഥാന പ്രമാണം ബൈബിൾ ആയിരിക്കണം എന്നത് ആരാണ് തീരുമാനിച്ചത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എപ്പോഴാണ് അത് തീരുമാനിച്ചത്? മൂന്നാമത്തെ ചോദ്യം, എവിടെ വെച്ചാണ് അത് തീരുമാനിച്ചത്? നാലാമത്തെ ചോദ്യം, എങ്ങനെയാണ് അത് തീരുമാനിച്ചത്? ഇനി വോട്ടിട്ടാണോ തല്ലിയാണോ? തല്ലി തീരുമാനിക്കാമായിരുന്നോ? വോട്ടിട്ട് എങ്ങനെ തീരുമാനിച്ചേ? ഇപ്പൊ 4 ചോദ്യം. 1, ആര് തീരുമാനിച്ചു? 2, എവിടെ വെച്ച് തീരുമാനിച്ചു? 3, എപ്പോൾ തീരുമാനിച്ചു? 4, എങ്ങനെ തീരുമാനിച്ചു? ആര്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ തീരുമാനിച്ചു? ധൈര്യമുണ്ടെങ്കിൽ പെന്തക്കോസ്തുകാർ ഉത്തരം പറഞ്ഞു. അപ്പം മനസ്സിലാവും നിങ്ങൾ കൾട്ടാണ്. കൾട്ടാണ്. കൾട്ട് ഗ്രൂപ്പാണ്. പെന്തക്കോസ്തുകാർക്ക് ഉത്തരം പറയാം. നിങ്ങൾക്ക് വെറുതെ നിങ്ങൾ എംബ്രാസ്ഡ് ആയിട്ടൊന്നും കാര്യമില്ല. ഞാൻ നിങ്ങളിൽ പെട്ട ഒരാളാണ്. 25 കൊല്ലം അവിടെയായിരുന്നു. അല്ല, ഞാൻ പുറത്തുനിന്ന് ഒരാൾ വന്ന് നിങ്ങളെ വിമർശിക്കുക. പുറത്തുനിന്ന് ഒരാൾ വന്ന് വിമർശിക്കുക. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ പെന്തക്കോസ്തിനെ നന്നാക്കാൻ വേണ്ടി ഞാനിട്ട വീഡിയോ ഇന്ന് ഞാൻ ഒരെണ്ണം എൻ്റെ ടൈം ലൈനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പെന്തക്കോസ്തിൽ നിൽക്കുകയും പ്രവർത്തിക്കുകയും അതിന് ഉന്നമനത്തിനും അതിലുള്ളവരുടെ ഉത്കർഷയ്ക്കും ഒക്കെ വേണ്ടി അധ്വാനിക്കുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ എത്ര വെള്ളം കോരിയിട്ടും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയുള്ളതാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെയാണ് ഞാൻ കണ്ടെത്തിയത് ഇതൊരു കൾട്ടാണ്. ഒരു കൾട്ട്. കറുത്ത ഭിത്തിയാന്ന് ഓർത്ത് ഞാൻ വെള്ള പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ മനസ്സിലായ ഒരു ഗുഹാമുഖമാണ് ഇത്. കറുത്ത് നിറത്ത് ഞാനടുത്ത് ഭിത്തിയായിരിക്കും. ഭിത്തിയായിരുന്നു പെയിന്റ് അടിക്കാൻ. വലിയ 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 കുഴിയാണ്. അതുകൊണ്ട് പെയിന്റ് ഒന്നും അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ രക്ഷപ്പെടുക, ചിന്തിക്കാൻ തുടങ്ങുക. അപ്പം നിങ്ങളുടെ ചിന്ത ഇവിടെ ആരംഭിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ അടുത്ത സീരീസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പറയും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഖണ്ഡകന്മാർക്കും പണ്ഡിതന്മാർക്കും സ്വാഗതം. ഖണ്ഡകന്മാർക്കും പണ്ഡിതന്മാർക്കും സ്വാഗതം. അപ്പോൾ പെന്തക്കോസ്ത് സഭ ബീജാവാപം ചെയ്യുന്നത് 1901 അതൊരു സഭയാകുന്നത് 1906 1901 എന്നുള്ള തീയതി അങ്ങോട്ട് പിടിച്ചാൽ 119 വർഷം. 1906 ആണെങ്കിൽ 114 വർഷം.
പോട്ടെ, 120 വർഷം. ഈ 120 വർഷത്തിന് മുമ്പ് പെന്തക്കോസ്ത് സഭയുടെ അടിസ്ഥാന പ്രമാണം, അല്ലെങ്കിൽ കേരളത്തിൽ IPC സഭയുണ്ട്, IPC, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് പറയുന്നത്. നിങ്ങൾ അതിന്റെ വെബ്സൈറ്റിൽ പോയി നോക്ക്. അതിന്റെ വെബ്സൈറ്റിൽ ആ സഭ ഉണ്ടായതെന്നാണ്, ഉണ്ടാക്കിയതെന്നാണ്, ആരാ ഉണ്ടാക്കിയെന്നൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ നോക്ക്. ഏതായാലും പെന്തക്കോസ്ത് സഭയുടെ അടിസ്ഥാന പ്രമാണം ബൈബിളാണെന്ന് ആര് തീരുമാനിച്ചു? എപ്പോൾ തീരുമാനിച്ചു? എവിടെ വെച്ച് തീരുമാനിച്ചു? എങ്ങനെ തീരുമാനിച്ചു? ഒരു ചോദ്യം, 4 ഉപപിരിവുകൾ. അപ്പൊ 4 പിരിവുകളുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് പെന്തക്കോസ്ത് സഭയുടെ അടിസ്ഥാനം. മനസ്സിലായോ? ഞാൻ ഈ പെന്തക്കോസ്ത് വിമർശനം നിർത്തി വലതുവശം ചേർന്ന് മഞ്ഞളിക്കരയ്ക്കൊക്കെ നടന്നു പോകുന്ന ഒരു പരുവത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും തിരുവല്ല സ്റ്റേജിൽ നിന്ന് ചൊറിയ. അപ്പൊ നമുക്ക് ബാക്കി ഒന്ന് നോക്കാം. നമുക്ക് നിന്റെ ഉപദേശം എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ പറഞ്ഞത് ചുമ്മാ അങ്ങ് പിന്നെ അയ്യോ ചുമ്മാ വന്നിട്ട് അങ്ങ് പറയല്ല. തിരുവല്ല വീഡിയോ ഒക്കെ ഉണ്ട്, നിങ്ങൾ പോയി നോക്ക്. തിരുവല്ല ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷനിൽ അപ്പൊ ആ ഉപദേശി പേര് രംഗത്ത് വെളിപ്പെടുത്തി രംഗത്ത് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ആനക്കെറിഞ്ഞിട്ട് വാഴയ്ക്ക് മറയാം എന്ന് നീ വിചാരിക്കരുത്. നീ ഇനി വാ, നമുക്ക് നോക്കാം. ഖണ്ഡകന്മാർക്കും പണ്ഡിതന്മാർക്കും ഒരുപോലെ സ്വാഗതം. വന്നാട്ടെ, വന്ന് ഉത്തരം പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. പെന്തക്കോസ്ത് ഒരു കൾട്ടാണ്. ഇറ്റ് ഹാസ് നോ കണക്ഷൻ വിത്ത് ദ ഹിസ്റ്റോറിക് ക്രിസ്ത്യൻ ചർച്ച്. ഹിസ്റ്റോറിക് ക്രിസ്ത്യൻ ചർച്ചുമായി യാതൊരു ബന്ധവും. അതൊരു കൾട്ട് മാത്രമാണ്. ഇത് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ പരിശോധിക്കുക, വിലയിരുത്തുക. ഞാനൊരിക്കലും എൻ്റെ ഒരു കാര്യം സിദ്ധാന്തം അടിച്ചേൽപ്പിക്കുകയല്ല. പെന്തക്കോസ്തിൽ ചിന്താശേഷി മരവിച്ചിട്ടില്ലാത്തവർ, യുവാക്കൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറയുന്നതാണോ ശരി? ചിന്തിക്കുക. ലെറ്റ് മൈ പീപ്പിൾ തിങ്ക്. എന്റെ ജനം ചിന്തിക്കട്ടെ. കാരണം ദൈവം പറയുന്നത് എന്നതാ, മൈ പീപ്പിൾ പെരിഷ് ലാക്ക് ഓഫ് നോളജ്. പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകും. അപ്പൊ ജനം ചിന്തിക്കാൻ തുടങ്ങട്ടെ. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം അതിനുവേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദയവായി ചിന്തിക്കാൻ തുടങ്ങുക. കൈൻഡ്ലി സ്റ്റാർട്ട് തിങ്കിങ്. ചിന്തിക്കുക. ആ ചിന്തകൾ നിങ്ങളെ ഉത്തരങ്ങളിലേക്ക് നയിക്കും. ആ ഉത്തരങ്ങൾ നിങ്ങളെ തീരുമാനങ്ങളിലേക്ക് നയിക്കും. ആ തീരുമാനങ്ങൾ നിങ്ങളെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരും. ഞാനത് വിശ്വസിക്കുന്നു. ദൈവം നിശ്ചയമായും നിങ്ങളെ അതിലേക്ക് വഴി നടത്തും. പെന്തക്കോസ്ത് വിശ്വാസ പ്രമാണം ജോൺ ജെയിംസ് എന്തോ ഈ ചോദിക്കുന്നത്? ഞാൻ ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ ജോൺ ജെയിംസിന്റെ ചോദ്യം എന്താ. ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. Shivu Videokal pastor is sweating and scared to come on debate. ജോൺ ജെയിംസ് ഈയിടെ ആയിട്ട് ഒരു കൊമേഡിയനായി മാറുകയെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാം, ഈ ജോൺ ജെയിംസ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറും ഒരു കമ്പനിയുടെ സിഇഒയുമാണ് ബാംഗ്ലൂര്. അദ്ദേഹം ഒരു തിയോളജിയനോ ഡിബേറ്ററോ ഒന്നല്ല, ചുമ്മാ തമാശ എഴുതുന്ന. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ കൊണ്ടുപോവാ. സജി സാമുവൽ, ഇതെന്തു ചോദ്യം അച്ചായ? പെന്തക്കോസ്തുകാർ ഇപ്പോൾ ബൈബിളിൽ വിശ്വസിക്കുന്ന അത്ര തന്നെ. ഇപ്പൊ നാളെ ഇപ്പോൾ ബൈബിളിൽ വിശ്വസിക്കുന്ന സജി സാമുവൽ അങ്ങനെ ചുമ്മാ വിശ്വസിക്കാൻ പറ്റുമോ? അത് ആര് തീരുമാനിച്ചത് വിശ്വസിക്കാൻ? അപ്പൊ അതിനുത്തരം പറയണ്ടേ? നമ്മൾ കണ്ടെത്തണ്ടേ? നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്
നിങ്ങളോർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. മനസ്സിലായോ? ഒരു സിനിമയ്ക്കകത്തുണ്ടല്ലോ ഈ നമ്മളെങ്ങനെ ഇങ്ങനെയായേ എന്ന് ചോദിക്കുന്നു. ഒരു ചോദ്യമാണ്, നമ്മളെങ്ങനെ ഇങ്ങനെയായേ. അപ്പൊ ഇത് ആരാ തീരുമാനിച്ചത്? നമുക്ക് ഇത് വിശ്വസിക്കണം. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെയൊക്കെ വേണ്ടി ആരോ തീരുമാനിച്ചല്ലോ. അതാരാ? ഞാൻ അതിനൊക്കെ ഉത്തരം തേടി. എനിക്ക് വേണ്ടി ഇത് തീരുമാനിച്ച ആരാണ്? ഇതൊക്കെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത്, ഇതൊക്കെയാണ് ഞാൻ അനുവർത്തിക്കേണ്ടത്, ഇതൊക്കെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇതാണ് എന്റെ വിശ്വാസം, ഇതാണ് എന്റെ വിശ്വാസ പ്രമാണം. അപ്പൊ എന്താണ് എന്റെ വിശ്വാസ പ്രമാണം? എന്റെ വിശ്വാസ പ്രമാണം നിക്കിയ വിശ്വാസ പ്രമാണമാണ്. അപ്പൊ അതാരാണ് രൂപപ്പെടുത്തിയത്? എനിക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. അതാരാണ് രൂപപ്പെടുത്തിയത്? അതാരാണ് ക്രോഡീകരിച്ചത്? ഞാൻ എന്തിനാണ് ബൈബിൾ വിശ്വസിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് ബൈബിൾ വിശ്വസിക്കുന്നത്? എനിക്ക് ഉത്തരവുണ്ട്. അപ്പൊ പെന്തക്കോസ്തുകാർക്ക് ഉത്തരവുണ്ടെങ്കിൽ പറയുക. നിങ്ങൾക്ക് വേണ്ടി ബൈബിളാണ് ആധാരമെന്ന് തീരുമാനിച്ചത് ആരാണ്? ബൈബിളാണ് അടിസ്ഥാനം എന്ന് തീരുമാനിച്ചത് ആരാണ്? അതിനൊരു ഉത്തരം പറഞ്ഞാണ്. കുറെ നാളായി നിങ്ങൾ ഈ ബൈബിളാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചടാ മക്കളെ, ബൈബിളാണ് സമ്മതിച്ചു. പക്ഷെ അത് ആര് തീരുമാനിച്ചു? ബൈബിളാണ്. അതാര് തീരുമാനിച്ചു എന്ന് പറയുക. അപ്പൊ അവിടെ ഒന്നാം ഘട്ടത്തിൽ ഒന്നാമത്തെ ചോദ്യം, ബൈബിൾ ഈസ് ബുക്ക്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബുക്ക്. പാസ്റ്റർമാരുടെ ഉത്തരവൊന്നുമില്ല. സജി സാമുവൽ ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല. താങ്കൾ ഇത്രയും നാൾ പെന്തക്കോസ്തിലല്ലായിരുന്നു. അവരെ വിമർശിക്കുന്നത് വളരെ മോശം. ഇങ്ങനെ അയ്യോ പിന്നെ വിമർശിക്കുന്നില്ലല്ലോ. ഞാൻ എന്തോ കാര്യത്തിലാണ് വിമർശിക്കുന്നത്? ദീപു റാന്നി, ചരിത്രം പറയുന്ന പല നഗ്നസത്യങ്ങളെയും നിങ്ങൾ വാക്കുകൾ കൊണ്ട്. ദീപു റാന്നി, എന്ത് സത്യമാണ് ദീപു? എന്ത് സത്യമാണ് മറിച്ചത്? പെന്തക്കോസ്ത് ഒരു സഭയാണെങ്കിൽ ആ സഭ രൂപീകരിച്ചിട്ട് ആ സഭയുടെ ഏത് കൗൺസിലാണ് ബൈബിൾ 66 പുസ്തകമുള്ള ഈ ബൈബിൾ ആയിരിക്കണം നമ്മുടെ അടിസ്ഥാന പ്രാമാണിക ഗ്രന്ഥം, മാർഗരേഖ എന്നുള്ള തീരുമാനം ആര് എടുത്തു? ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം വേണ്ടേ? ഇപ്പൊ യാക്കോബായ സഭയെ നിങ്ങൾ നോക്കുക. അപ്പൊ യാക്കോബായ സഭയിൽ ഒരാളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ആരെടുത്തു ഈ തീരുമാനം? അപ്പൊ അവര് പറയും, നിക്കിയായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടതും പൊതുവുമായിരിക്കുന്ന 3 പരിശുദ്ധ സുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന പുണ്യവാന്മാരെയും മൽപ്പാന്മാരെയും ദൈവത്തെ ധരിച്ചവരെയും സ്ലീഹായ്ക്ക് അടുത്തവരുമായ കർത്താവിന്റെ ദാസന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ആ തീരുമാനമെടുത്ത പിതാക്കന്മാർ, പെന്തക്കോസ്തുകാർക്ക് വേണ്ടി തീരുമാനമെടുത്ത ആരാണ്? അതൊരു ചെറിയ ചോദ്യമല്ല, അത് വളരെ അടിസ്ഥാനപരമായ ചോദ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി അത് തീരുമാനിച്ച ആരാണ്? ആരാണ് തീരുമാനിച്ചത്? അതുപോലെ അനിൽക്കൊടുത്തോട്ടത്തോടുള്ള ചോദ്യമുണ്ട്. അനിൽക്കൊടുത്തോട്ടം നമ്മുടെ ലൈവിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി പല തിയോളജി പറഞ്ഞ് മിടുക്കനൊക്കെ ആകുന്നുണ്ട്. അപ്പൊ അനിൽക്കൊടുത്തോട്ടത്തോടും ചോദിക്കുകയാണ്, ആ തിയോളജി എവിടുന്നാന്നും പറയണം, അതാര് തീരുമാനിച്ചാന്നും പറയണം. എന്നാലും ബൈബിളിൽ ഡയറക്റ്റ് എഴുതി വെച്ചിട്ടൊന്നുമില്ല. ബൈബിൾ എടുത്തതിന് ചോദ്യത്തിന് ഉത്തരം പറയണം. പിന്നെ അടുത്ത ആ തിയോളജി എവിടുന്ന് എടുത്താന്ന് പറയണം. അതാരെഴുതിയാന്ന് പറയണം. അതാര് ഇൻട്രൊഡ്യൂസ് ചെയ്താന്ന് പറയണം. ഞങ്ങൾക്ക് അത്താനാസിയോസ് ഉണ്ട്, ബെസേലിയോസ് ഉണ്ട്, ഗ്രിഗോറിയോസ് ഉണ്ട്, കൂറിലോസ് ഉണ്ട്, സേവറിയോസ് ഉണ്ട്. കർത്താവിന്റെ മനുഷ്യാവതാരം സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും ഉന്നത ഗോപുരവുമായിരിക്കുന്ന പുണ്യപ്പെട്ട പ്രസിദ്ധനായ മോർ കൂറിലോസ് ഉണ്ട്.
മറിയം സംശയം കൂടാതെ എല്ലായ്പ്പോഴും ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച പാത്രിയർക്കീസ് സേവറിയോസ് ഉണ്ട്, ദീവന്നാസിയോസ് ഉണ്ട്, ഫീലക്സീനോസ് ഉണ്ട്, അന്തീമോസ് ഉണ്ട്, ഈവാനിയോസ് ഉണ്ട്. നിങ്ങൾക്ക് എവിടുന്നാ കിട്ടി? മോഷ്ടിച്ചതാണെന്ന് സമ്മതിക്കേണ്ടി വരും. മോഷ്ടിക്കുമ്പോൾ ഭാഗികമായിട്ടാണ് മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം ഇരുന്ന് പരിശുദ്ധ അമ്മയെ ചീത്ത വിളിച്ച് കൊടിത്തോട്ടം സന്തോഷിച്ചു. പക്ഷെ കൊടിത്തോട്ടം സമ്മാനത്തിന് പോയി പറയുന്ന തിയോളജി അത്താനാസ്യോസിന്റെ തിയോളജിയാണ്. ആ അത്താനാസ്യോസ് പരിശുദ്ധ അമ്മയെ വിളിച്ചത് നിത്യകന്യകയും മഹാഭാഗ്യവതിയുമായ അമ്മയെന്ന് ആണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇപ്പൊ പെന്തക്കോസ്റ്റ് സഭയുടെ തിയോളജിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ തിയോളജിയുടെ ചർച്ചയിൽ ആദ്യത്തെ ചോദ്യം ഇതാ ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ അടിസ്ഥാന പ്രമാണം ബൈബിളാണ് എന്ന് നിങ്ങൾ പറയുന്നു. അത് 66 പുസ്തകങ്ങളുള്ള ബൈബിളാണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ 66 പുസ്തകങ്ങളുള്ള ബൈബിളാണ് നിങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് ആര്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ തീരുമാനിച്ചു? ഈ 66 പുസ്തകങ്ങളായിരിക്കണം ബൈബിളിലെന്ന് ആര്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ തീരുമാനിച്ചു? It's an open question. You can answer it. Try to answer it. Try to find the answers. അപ്പോ വേരുകൾ തേടേണ്ടി വരും. വേരുകൾ തേടുമ്പോൾ വേരുകളുടെ ഭാഷയിൽ വേരുകളോട് മൊഴിയും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേരുകളെ കണ്ടെത്തും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിന്നെ വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കുവീ. വെട്ടിയെടുക്കപ്പെട്ട ഖനിഗർഭത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. എന്നെ കേൾക്കുന്ന നിങ്ങളും അങ്ങനെ തിരിഞ്ഞു നോക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.